യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാം വചനം യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നുകൊണ്ടാണ് എപ്പോഴും പിതാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സമയത്തിന് നിയന്ത്രണം, രാത്രിയിലും പ്രവർത്തിക്കുക, ഏത് സമയത്തും പ്രവർത്തിക്കുക. നീ ഉറങ്ങുമ്പോൾ ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മളെപ്പോലെ മാറി നിൽക്കുന്ന ഒരു കല്ലല്ല ദൈവം, മൂവി എന്ന ദൈവം. അപ്പൊ ഒരു സഹനം വരുമ്പോഴും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജന്തുവിന്റെയും, ഓരോ മനുഷ്യന്റെ, ഓരോ നൃത്തിനെയും അതിന്റെ വേദനയും നിലവിളിയും കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമുക്ക് കൊണ്ട് അതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് ഏതെങ്കിലും മേഖലയിൽ അപകടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അത്ഭുതങ്ങൾ എന്നൊരു വാക്ക് വ്യാഖ്യാനിക്കുന്നിടത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. മിറക്കിൾ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നിടത്തുണ്ടായ ഒരു വലിയൊരു തെറ്റായ പ്രബോധനം ഒരുപാട് വ്യാജ പ്രവാചകന്മാർ സഭയ്ക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില വിചാരം ചില സമയത്ത് മാത്രമേ ദൈവം ചില ആളുകൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, ചിലയിടത്ത് മാത്രമേ പ്രവർത്തിക്കൂ, നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പ്രശ്നം. ആ ഒരു തെറ്റായ പ്രബോധനം മാറിയാൽ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. ഭക്ഷണം കിട്ടുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഭക്ഷണം തരാത്തതും ഒരു അത്ഭുതമാണ്. മക്കളെ നൽകുന്നത് തന്നെ ഒരു അത്ഭുതമായതുപോലെ തന്നെ മക്കളെ നൽകാത്തതും ഒരു അത്ഭുതമാണ്. ബൈബിളിൽ കണ്ടില്ലേ, ഹന്ന എന്ന് പറയുന്ന ഒരു മകളുടെ കാര്യം പറയുമ്പോഴേ അവളെ വിധവയാക്കിയതാണ് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. വിധവയായതുകൊണ്ടാണല്ലോ അവൾക്ക് ആരെ കാണാൻ പറ്റിയത്? യേശുവിനെ കാണാൻ പറ്റിയത്. അവിടെ നമ്മളെ നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ ബന്ധനം നിറഞ്ഞ ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ പോകണം. ഈ പ്രപഞ്ചത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഈശോ ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിച്ച സമയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ പീഡാസഹനത്തിന്റെ സമയമാണ്. അതാണ് മിറക്കിള്. ആ മിറക്കിളിനെ ബൈപ്പാസ് ചെയ്യുന്ന മിറക്കിൾ അത് കാണിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും വലിയ മിറക്കിൾ. അതുകൊണ്ടല്ലേ പൗലോസ് 1 കൊരിന്തോസിന്റെ 1:18 പറയും, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്ര. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിക്കുന്ന നിശബ്ദനായി നിന്നുകൊണ്ട് ഒരു കുഞ്ഞാടിനെ പോലെ മൗനം പാലിച്ചുകൊണ്ട് ആ കുരിശ് മരം എടുത്തുകൊണ്ട് കാൽവരി മല കയറി അവൻ കുരിശിൽ 3 ആണുകളിൽ തറയ്ക്കപ്പെട്ട് മനുഷ്യകുലത്തിന്റെ പാപപരിഹാര ബലി അർപ്പിച്ച് ഇറങ്ങി വരുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ മിറക്കിൾ. മനുഷ്യകുലത്തെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി. ആ പ്രവൃത്തിയാണ് മിറക്കിൾ. അതുകൊണ്ട് സഹനം ഒരു മിറക്കിളാണ്. പ്രശ്നങ്ങളൊരു ആത്മഹത്യക്ക് പോകാനോ ജീവിതം നശിപ്പിക്കാനോ വഴിതെറ്റിപ്പോകാനോ പോകാതെ ആ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തന്നെ അവരെ പിടിച്ചു നിർത്തുന്ന, ദൈവസന്നിധിയിൽ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയുണ്ട് അവരിൽ. ആ ഒരു ശക്തി ദൈവത്തിന്റെ ശക്തിയാണത്, അനുഗ്രഹമാണത്.